ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഹലാനീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പൊട്ടാറ്റോ പാൽ കറിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സിമ്പിളാണ് ഇതുണ്ടാക്കാൻ. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്കൊരു അടിപൊളി കറി ഉണ്ടാക്കിയെടുക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കണം. ഒരു മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തത്. ഇനി വേണ്ടത് ഒരു ഉള്ളിയും ഒരു തക്കാളിയുമാണ്. ഞാനിവിടെ ഒരു വലിയ ഉള്ളിയാണ് എടുത്തത്. അതും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ചെറിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തത്. ചെറുതായതുകൊണ്ടാണ് 1 എടുത്തത്. നിങ്ങളിപ്പം വലിയ തക്കാളിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 1/2 മതി. ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു 6 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. ഞാനിവിടെ എരിവിന് വേണ്ടി വേറെ ഒന്നും ചേർക്കുന്നില്ല. പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ ഇട്ട് കൊടുക്കണം. ഇനി ഒരു പ്രഷർ കുക്കർ എടുത്ത് അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഉള്ളിയും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് അതും കൂടി ചേർക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കണം. ഒരു 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനു മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2 വിസിലായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം തുറന്ന് നോക്കാം. ഇത് കറക്റ്റ് വെന്തിട്ടുണ്ട്. നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൽ വലിയ വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസായ പാലാണ്. പാക്കറ്റ് പാലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാലും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലാണ് ഇതൊരു പൊട്ടാറ്റോ പാൽ കറി ആവുന്നത്. ഇങ്ങനെ ഉണ്ടാക്കാത്ത അധികം ആർക്കും സംശയം ഉണ്ടാവും, ഈ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോവുമോ, ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവുമോ എന്നൊക്കെ. ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റാണ്, എളുപ്പമാണ്, ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. തേങ്ങാപ്പാൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ അവസാനമായിട്ട് ചേർക്കാനുള്ളത് 1 ടീസ്പൂൺ കോൺഫ്ലോർ കലക്കിയതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കണം. കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദ കലക്കിയാലും മതി. കോൺഫ്ലോർ ഒഴിച്ച് കഴിഞ്ഞാൽ കറിയൊന്ന് കുറുകി വരും. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ചെറിയൊരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കടുകും വറ്റൻമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം.